ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. സൊമാറ്റോയുടെ ഉടമസ്ഥതയിലുള്ള ക്വിക്ക് കൊമേഴ്സ് സ്ഥാപനമായ ബ്ലിങ്കിറ്റിന്റെ മൂന്നാം പാദഫലം പുറത്ത്. ഒക്ടോബർ-ഡിസംബർ കാലയളവിൽ 103 കോടി രൂപയുടെ സഞ്ചിത നഷ്ടമാണ് ബ്ലിങ്കിറ്റിന് ഉണ്ടായത്. രണ്ടാം പാദത്തിൽ രേഖപ്പെടുത്തിയ 8 കോടി രൂപയുടെ പ്രവർത്തന നഷ്ടത്തിൽ നിന്ന് വളരെ കൂടുതലാണ് മൂന്നാം പാദത്തിലുണ്ടായ നഷ്ടം. സമീപകാലത്ത് ബ്ലിങ്കിറ്റിന്റെ വിപുലീകരണം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകമ്പനിയുടെ മൊത്തത്തിലുള്ള ലാഭത്തെ കാര്യമായി ബാധിച്ചുവെന്നാണ് വിവരം. ഈ വർഷം മാർച്ചോടെ 1000 ഡാർക്ക് സ്റ്റോറുകൾ തുറക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ബ്ലിങ്കിറ്റ് കഴിഞ്ഞ ഡിസംബർ 31 മുൻപ് തന്നെ 1007 സ്റ്റോറുകൾ തുറന്ന ലക്ഷ്യം കൈവരിച്ചു. 2025 ഡിസംബറോടെ 10 മിനിറ്റിനുള്ളിൽ ഡെലിവറികൾ നടത്തുന്ന 2000 ഡാർക്ക് സ്റ്റോറുകളോ മൈക്രോ വെയർഹൌസുകളോ സ്ഥാപിക്കും. വളർച്ചാ നിക്ഷേപം ഉയർന്നതുകൊണ്ടാണ് ഇത്തവണ ഭീമമായ ചെലവുകൾ ഉണ്ടാകാൻ കാരണമെന്നും സൊമാറ്റോ സ്ഥാപകനും സിഇഒയുമായ ദീപീന്ദർ ഗോയൽ പറഞ്ഞു. കമ്പനിയുടെ ഡിസംബർ പാദത്തിലെ അറ്റ ആദായം 57% ഇടിഞ്ഞ് 59 കോടി രൂപയായി. അതേസമയം പ്രവർത്തന വരുമാനം 64% വർദ്ധിച്ച് 5405 കോടി രൂപയായെന്നും അദ്ദേഹം പറഞ്ഞു. എതിരാളികളുമായുള്ള വിപണി മത്സരം കടുത്തതോടെയാണ് ദ്രുതഗതിയിലുള്ള വിപുലീകരണം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ. നഷ്ടക്കണക്ക് താൽക്കാലികമാണെന്നും ഉപഭോക്താക്കൾ മറ്റ് പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്ലിങ്കിറ്റിലേക്കാണ് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓപ്പൺ AI സഹകരണത്തോടെ സ്മാർട്ട് TV രംഗത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സാംസങ്ങിന്റെ നീക്കം. AI ചാറ്റ്ബോട്ടായ ChatGPTയെ സ്മാർട്ട് TVയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇരു കമ്പനികൾ. അത്യാധുനിക AI ഫീച്ചറുകളോട് കൂടിയ സ്മാർട്ട് TV വികസിപ്പിക്കുക എന്നതാണ് സാംസങ് ഓപ്പൺ AI സഹകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനകം തന്നെ സാംസങ്ങിന്റെ സ്മാർട്ട് ടിവികളിൽ ഒരു കൂട്ടം AI ഫീച്ചറുകൾ ലഭ്യമാണെങ്കിലും ഓപ്പൺ AIയുമായുള്ള സഹകരണത്തിലൂടെ സ്മാർട്ട് TV രംഗത്തെ ആധിപത്യം നിലനിർത്താൻ സാംസങ്ങിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഓപ്പൺ AIയുടെ സഹകരണത്തോടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എത്തിയാൽ തത്സമയ ഓഡിയോ ട്രാൻസ്ലേഷൻ, സബ്ടൈറ്റിൽ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾക്കൊപ്പം വ്യക്തിഗത ഉള്ളടക്കങ്ങൾ നിർദ്ദേശിക്കാനും ശബ്ദ നിർദ്ദേശങ്ങൾ വഴി ചാറ്റ്ബോട്ടിന്റെ സഹായത്തോടെ TV നിയന്ത്രിക്കാനും അവസരമൊരുക്കും. സാംസങ്ങിന്റെ ടൈസൺ OSൽ പ്രവർത്തിക്കുന്ന ടിവികളിൽ നിരവധി AI ഫീച്ചറുകൾ ലഭ്യമാണ്. AI അപ്സ്കെയിലിംഗ്, AI സൗണ്ട് പോലുള്ള ഫീച്ചറുകൾക്ക് ഉപഭോക്താക്കൾക്കിടയിൽ സ്വീകാര്യതയുമുണ്ട്. തത്സമയ വിവർത്തനവും സ്ക്രീനിലുള്ള വസ്തുക്കൾ തിരിച്ചറിയുകയും ചെയ്യുന്ന AI വിഷൻ എന്ന ഫീച്ചറും കമ്പനി അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു. ഓപ്പൺ AIക്ക് പിന്നാലെ ഗൂഗിളും കമ്പനിയുടെ ചാറ്റ്ബോട്ടായ ജെമിനിയെ ഗൂഗിൾ TV OSൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതിയിലാണെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ നിരത്തുകളിലേക്ക് വീണ്ടും ഡീസൽ കാറുകളുമായി സ്കോഡ. ഡീസൽ കാർ മോഡലായ സൂപ്പർ 4x4 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വാഹനം വീണ്ടും പുറത്തിറക്കുന്നത്. ഇന്ത്യക്കാർക്കിടയിൽ ഡീസൽ കാറുകൾക്ക് ഇന്നും വലിയൊരു സ്ഥാനമുണ്ടെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്ന് സ്കോഡ ഇന്ത്യൻ തലവനായ പീറ്റർ ജനേബ പറഞ്ഞു. നേരത്തെ ഇന്ത്യൻ വിപണിയിൽ സ്കോഡ വിറ്റിരുന്ന കാറുകളിൽ 80% വരെ ഡീസൽ മോഡലുകളായിരുന്നു. ഉപഭോക്താക്കൾക്ക് ഡീസൽ മോഡലുകളോടുള്ള ഇഷ്ടം ഇന്നുമുണ്ടെന്നും പീറ്റർ ജനേബ പറയുന്നു. ഇന്നും ഹ്യൂണ്ടായ്, കിയ, ടാറ്റ, മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ വാഹന നിർമ്മാതാക്കളുടെ പ്രധാന വിൽപ്പന ഡീസൽ മോഡലുകളാണ്. മലിനീകരണ നിയന്ത്രണങ്ങൾ കർശനമാകുമ്പോഴും ഡീസൽ മോഡലുകൾക്കുള്ള ഈ വിൽപ്പന ഈ മോഡലുകളോടുള്ള ഉപഭോക്താക്കളുടെ ആകർഷണത്തിനുള്ള സൂചന കൂടിയാണ്. ആഡംബര കാർ നിർമ്മാതാക്കളായ മെഴ്സഡീസും BMW അടക്കം ഡീസൽ മോഡലുകൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമെത്തിയപ്പോൾ ചെക്ക് വാഹന നിർമ്മാതാക്കളായ സ്കോഡ പ്രധാനമായും ഡീസൽ മോഡലുകളാണ് അവതരിപ്പിച്ചത്. കാര്യക്ഷമതയും കരുത്തുമായി എത്തിയ സ്കോഡയുടെ ഡീസൽ മോഡലുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. കുറഞ്ഞ പരിപാലന ചെലവും മികച്ച പുള്ളിങ്ങും ഗംഭീര ഇന്ധനക്ഷമതയും ആരാധകരെ കൂട്ടി. ആദ്യ തലമുറ ഒക്ടാവിയ, സൂപ്പർ, റാപ്പിഡ് എന്നിങ്ങനെയുള്ള ഡീസൽ മോഡലുകളാണ് സ്കോഡയുടെ വിൽപ്പനയിൽ വലിയ പങ്കും വഹിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബജറ്റ് വിമാനമായ ഗോ ഫസ്റ്റ് ലിക്വിഡേറ്റ് ചെയ്യാൻ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. കടത്തിലകപ്പെട്ട കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച ആസ്തികൾ കണ്ടുകെട്ടി കടം വീട്ടാൻ നടപടി സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ലിക്വിഡേഷൻ. നടപടികൾ പൂർത്തിയാകുന്നതോടെ ജെറ്റ് എയർവേസിന് പിന്നാലെ 3 മാസത്തിനുള്ളിൽ ലിക്വിഡേഷൻ നേരിടുന്ന രണ്ടാമത്തെ എയർലൈനായി ഗോ ഫസ്റ്റ് മാറും. 2024 നവംബറിലാണ് ജെറ്റ് എയർവേസ് ലിമിറ്റഡിന്റെ ലിക്വിഡേഷൻ നടത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. 2024 സെപ്റ്റംബറിൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഗോ ഫസ്റ്റ് എയർലൈനിനെ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ജുഡീഷ്യൽ അംഗം മഹേന്ദ്ര ഖണ്ഡേൽവാളും ടെക്നിക്കൽ അംഗം ഡോക്ടർ സഞ്ജീവ് രഞ്ജനും ഉൾപ്പെടുന്ന NCLT ബെഞ്ചും കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ ലിക്വിഡേഷനുള്ള അപേക്ഷ അനുവദിക്കുകയായിരുന്നു.
ഗോ ഫസ്റ്റിന് 6,500 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും ബാങ്ക് ഓഫ് ബറോഡയ്ക്കുമാണ് ഏറ്റവും അധികം കുടിശ്ശിക. വിമാനം പാട്ടത്തിന് നൽകിയവർക്ക് 2,000 കോടി രൂപയുടെയും ട്രാവൽ ഏജന്റുമാർക്ക് 600 കോടി രൂപയുടെയും റീഫണ്ടായി ഉപഭോക്താക്കൾക്ക് 500 കോടി രൂപയുടെയും കുടിശ്ശികയുണ്ട്. കോവിഡ് മഹാമാരി സമയത്ത് സർക്കാർ അവതരിപ്പിച്ച അടിയന്തര ക്രെഡിറ്റ് സ്കീം പ്രകാരം ഗോ ഫസ്റ്റ് 1,292 കോടി രൂപ കടം വാങ്ങിയിരുന്നു. താനെയിലെ 3,000 കോടി രൂപ വിലമതിക്കുന്ന 94 ഏക്കർ ഭൂമി, മുംബൈയിലെ എയർബസ് പരിശീലന സൗകര്യം, കമ്പനിയുടെ ആസ്ഥാനം എന്നിവ ഗോ ഫസ്റ്റിന്റെ ശേഷിക്കുന്ന ആസ്തികളിൽ ഉൾപ്പെടുന്നു. വാഡിയ കുടുംബം പ്രമോട്ട് ചെയ്ത ഗോ ഫസ്റ്റ് പാപ്പരത്തത്തിനായി അപേക്ഷിച്ചതിന്റെ ഒരു ദിവസത്തിന് ശേഷം 2024 മെയ് 3 പറക്കൽ നിർത്തി. പാറ്റ് ആൻഡ് വിറ്റ്നി എഞ്ചിനുകൾ വിതരണം ചെയ്യാത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പകുതിയോളം സർവീസുകൾ നിർത്തിവെക്കാൻ കാരണമായതെന്ന് ഗോ ഫസ്റ്റ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻസ്റ്റഗ്രാമിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയതിന് പിന്നാലെ വാട്സാപ്പിൽ പുത്തൻ അപ്ഡേറ്റുമായി മെറ്റ. സ്റ്റാറ്റസ് അപ്ഡേറ്റുകളിൽ ചിത്രങ്ങൾക്കൊപ്പം സംഗീതമോ ട്യൂണോ ചേർക്കാൻ കഴിയുന്ന പുതിയ ഫീച്ചറാണ് കമ്പനി ഉടൻ അവതരിപ്പിക്കുക. മെറ്റയുടെ ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് വാട്സാപ്പ്. ഇതിലെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളിൽ സംഗീതം ചേർക്കാൻ കഴിയുന്ന ഫീച്ചറാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. നിലവിൽ മെറ്റയുടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറെ ആകർഷകമായുള്ള ഫീച്ചറാണിത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്ക് സമാനമായ ഇന്റർഫേസ് ആയിരിക്കും ഇതിനായി വാട്സാപ്പ് സ്റ്റാറ്റസ് ഇന്റർഫേസിലേക്ക് മെറ്റ കൊണ്ടുവരിക. വാട്സാപ്പിന്റെ ആൻഡ്രോയിഡ്, iOS ബീറ്റ വെർഷനുകളിൽ ഈ ഫീച്ചർ ലഭ്യമായി തുടങ്ങി. ഈ ഫീച്ചർ വരുന്നതോടെ സ്റ്റാറ്റസ് എഡിറ്റർ ഇന്റർഫേസിൽ കയറി സ്റ്റാറ്റസിനൊപ്പം മ്യൂസിക് ആഡ് ചെയ്യാം. ഇതിനായി മ്യൂസിക് ലൈബ്രറി ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും. സ്റ്റാറ്റസിനായി സ്വീകരിക്കുന്ന സംഗീതത്തിന്റെ ആർട്ടിസ്റ്റ്, ട്രെൻഡിംഗ് ട്രാക്ക് തുടങ്ങിയവ ഇതിൽ അറിയാനുമാകും. ഇൻസ്റ്റാ സ്റ്റോറിയിലെ പോലെ ഒരു പാട്ടിലെയോ ട്യൂണിലെയോ ഇഷ്ടമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്ത് സ്റ്റാറ്റസിൽ ചേർക്കാനും സാധിക്കും. ഡോക്യുമെന്റ് സ്കാനർ, അൺസീൻ മെസ്സേജ് റിമൈൻഡർ, ചാനൽ QR കോഡ് ഫീച്ചർ, സ്റ്റിക്കർ ക്രിയേറ്റർ തുടങ്ങി നിരവധി ഫീച്ചറുകളാണ് അടുത്തിടെ വാട്സാപ്പ് അവതരിപ്പിച്ചത്. പുത്തൻ അപ്ഡേറ്റുകളിലൂടെ വാട്സാപ്പിനെ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആക്കാനുള്ള മെറ്റയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.